Now we are going to learn a very important topic, which is the pumping lemma. Pumping lemma എന്ന് പറഞ്ഞ principle is basically used to prove that a particular language is not regular. Okay, ഞാൻ നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് തരാണ്. നമ്മൾ ഇത്രയും നേരം കുറേ സ്റ്റാർട്ടിങ് വിത്ത് എ, എൻഡിങ് വിത്ത് എ, അല്ലെങ്കിൽ അങ്ങനെ കുറേ എ റേസ് ടു എൻ, ബി റേസ് ടു എൻ, എൽ ഇസ് ഇക്വൽ ടു എ റേസ് ടു എൻ, ബി റേസ് ടു എൻ, എൽ ഇസ് ഇക്വൽ ടു എക്സ് എ ബി വൈ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ലാംഗ്വേജസ് നമ്മൾ കണ്ടു. അതിനൊക്കെ നമ്മൾ ഫൈനായിട്ട് ഓട്ടോമാറ്റാസ് ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഇനി ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ലാംഗ്വേജ്, ഒരു പർട്ടിക്കുലർ നിങ്ങൾക്ക് തരുന്ന ഒരു ലാംഗ്വേജ് അത് റെഗുലർ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ ഒരു പ്രിൻസിപ്പിളാണ് ഈ പമ്പിംഗ് ലെമ്മ. Okay, so pumping lemma basically is used to prove that a particular language is not regular. Okay, അപ്പോൾ അതിൻ്റെ കോൺട്രഡിക്ഷൻ നമ്മൾ ആദ്യം റെഗുലർ ആണെന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യും, എന്നിട്ട് നമ്മളതല്ല എന്നുള്ളത് അതിൻ്റെ കോൺട്രഡിക്ഷൻ പ്രൂവ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സാധാരണ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ചെയ്യുക. സോ ഐ ജസ്റ്റ് ടെൽ യു how this pumping lemma works and then we'll get in detail to it by solving a few problems. Okay, അപ്പോൾ ഇവിടെ നോക്കൂ, pumping lemma for regular language. Just read what I've written here. Let L be a regular language, then there exists a positive integer constant n such that for all strings x in L with mod x greater than or equal to n, it is possible to find strings u, v and w satisfying the conditions. മൂന്ന് conditions ഇവിടെ കൊടുത്തിട്ടുണ്ട്. And for non-negative integer t, u, v raised to t, w belongs to L. ഇത് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, പമ്പിംഗ് ലെമ്മയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പമ്പിംഗ് ലെമ്മ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ് ഐ ക്യാൻ ടെൽ യു വാട്ട് ഇറ്റ് ഇസ്. ഓക്കെ, നമ്മളൊരു റെഗുലർ ലാംഗ്വേജ് എൽ എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ആൻഡ് അതിനൊരു പോസിറ്റീവ് ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് എൻ ഉണ്ട്. ജസ്റ്റ് നോ ദാറ്റ് ദർ ഇസ് എൻ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് എൻ വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഓക്കെ, ഒരു സ്മോൾ ലെറ്റർ എൻ എന്ന് പറഞ്ഞ ഒരു ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് ഉണ്ട് ഫോർ ലാംഗ്വേജ് എൽ. ഓക്കെ, ആൻഡ് നമുക്കൊരു സ്ട്രിങ്, ആ ലാംഗ്വേജിൽ പെടുന്ന ഒരു സ്ട്രിങ് എക്സ് ആയിട്ടുള്ള ഒരു സ്ട്രിങ് എടുത്തു നമ്മൾ. ലെറ്റ് എക്സ് ബി എ സ്ട്രിങ്. ഓക്കെ, ഇൻ എൽ വിത്ത് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. ഓക്കെ, ആ പർട്ടിക്കുലർ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കണം, ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് എൻ ആയിരിക്കണം. ഈ എൻ എന്താണ്, എക്സ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഒരു എക്സാമ്പിൾ വെക്കുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ലിറ്റിൽ മോർ, യു വിൽ ഹാവ് ലിറ്റിൽ മോർ ക്ലാരിഫിക്കേഷൻ ഓൺ ദാറ്റ്. ഓക്കെ, സോ ഇറ്റ് ഈസ് പോസിബിൾ ടു ഫൈൻഡ് സ്ട്രിങ്സ് യു വി ഡബ്ല്യു. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെർട്ടിക്കുലർ എക്സ് എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനെ നമ്മൾ യു വി ഡബ്ല്യു എന്ന് മൂന്ന് പാർട്ടാക്കി മാറ്റുകയാണ്. ഓക്കെ, യു വി ഡബ്ല്യു ഇത് മൂന്നും സ്ട്രിങ്സ് ആണ്. യു ഒരു സ്ട്രിങ് ആണ്, വി ഒരു സ്ട്രിങ് ആണ്, ഡബ്ല്യു ഒരു സ്ട്രിങ് ആണ്. ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്യണതാണ് നമ്മുടെ സ്ട്രിങ് എക്സ്. സോ എക്സിനെ നമ്മൾ മൂന്നെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യണം, വിച്ച് ഇസ് യു വി ഡബ്ല്യു, ആൻഡ് വി ഹാവ് എൻ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് എൻ വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് സ്ട്രിങ് എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാൽ മാത്രമേ ആ പർട്ടിക്കുലർ ലാംഗ്വേജ് റെഗുലർ ആണെന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ആ കണ്ടീഷൻസ്? എക്സ് ഈക്വൽ ടു യു വി ഡബ്ല്യു, അതായത് ഞാൻ പറഞ്ഞു എക്സിനെയാണ് നമ്മൾ യു വി ഡബ്ല്യു മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഞാൻ എക്സ് ഈക്വൽ ടു യു വി ഡബ്ല്യു ആയിരിക്കണം. മോഡ് യു വി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ഓക്കെ, നമ്മുടെ ടോട്ടൽ എൻ എന്ന് പറയണതില്ലേ, ആ എൻ മോഡ് യു വിന് ആ യു വിൻ്റെ ലെങ്ത്ത്, ഈ യു വിയില്ലേ, ഈ എക്സ് ഈക്വൽ ടു യു വി ഡബ്ല്യു, ഈ യു വിൻ്റെ ലെങ്ത്ത് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദി ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് എൻ. ഓക്കെ, ആൻഡ് മോഡ് വി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഈ വി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, യു വി എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കണം, എക്സ് ഈക്വൽ ടു യു വി ഡബ്ല്യു ആയിരിക്കണം, സ്ട്രിങ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കണം. ഓക്കെ, ആൻഡ് ഫോർ നോൺ നെഗറ്റീവ് ഇൻറ്റീജർ ടി, യു വി റേസ് ടു ടി ഡബ്ല്യു ഷുഡ് ബി ഗ്രേറ്റർ ദാൻ, ഷുഡ് ബിലോങ് ടു ദ ലാംഗ്വേജ് എൽ. അപ്പോൾ നിങ്ങളിവിടെ നോട്ട് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ്. എൽ എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രിങ് ആണ് എക്സ്. ഈ എക്സ് എന്നുള്ളത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കണം, ഫസ്റ്റ് കണ്ടീഷൻ. പിന്നെ ഈ മൂന്ന് കണ്ടീഷൻ കമ്പൽസറിലി സാറ്റിസ്ഫൈ ചെയ്യണം. എക്സ് ഈക്വൽ ടു യു വി ഡബ്ല്യു, മോഡ് യു വി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ, മോഡ് വി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി. നെക്സ്റ്റ് നോക്കേണ്ട കണ്ടീഷൻ ഇതാണ്, യു വി റേസ് ടു ടി ഡബ്ല്യു ഷുഡ് ബിലോങ് ടു ദ ലാംഗ്വേജ് എൽ. ഈ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ പർട്ടിക്കുലർ ലാംഗ്വേജ് റെഗുലർ ആണ്. നമുക്ക് റെഗുലർ whether you can prove whether it is regular or not using the pumping lemma. Okay, അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ടു സീ ഇഫ് എ പർട്ടിക്കുലർ ലാംഗ്വേജ് ഇസ് റെഗുലർ ഓർ നോട്ട്.
Okay, അപ്പോൾ I will show that with the help of an example. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. So I want you all to note down these conditions. Mod x greater than or equal to n, x equal to UVW, mod UV less than or equal to n, mod V greater than or equal to 0, UV raised to TW belongs to n. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് എന്താണ് എക്സ്, എന്താണ് എൻ, യു വി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്, ടി എന്താണ്, ഇതൊക്കെ നമുക്ക് ഐ വിൽ ഷോ ദാറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ. ഓക്കെ, ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ, ഇവിടെ നോക്കൂ. ഇവിടെ ഞാൻ എൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എക്സ്, വേർ എക്സ് ഇസ് ദ റൂട്ട് ഫ്രം PTA ടു എറണാകുളം, അതായത് പത്തനംതിട്ട മുതൽ എറണാകുളം വരെയുള്ള റൂട്ട് മാപ്പാണ് എൻ്റെ ലാംഗ്വേജ്. അത് എനിക്ക് പർട്ടിക്കുലർ, അത് ഞാൻ എൻ്റെ റെഗുലർ ആണോ അല്ലയോ എന്നുള്ളതാണ് എനിക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എൻ്റെ എൽ എന്ന് പറയുന്നത് എക്സ്, വേർ എക്സ് ഇസ് ദ റൂട്ട് ഫ്രം പത്തനംതിട്ട ടു എറണാകുളം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എങ്ങനെയാണ് ചെയ്തേക്കണേ നോക്കൂ. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പത്തനംതിട്ട, തിരുവല്ല, ചങ്ങനാശ്ശേരി, ആലപ്പുഴ. ഞാൻ അതിൽ മാർക്ക് ദിസ്. പത്തനംതിട്ടയിൽ നിന്ന് ഞാൻ തിരുവല്ലയിലേക്ക് എത്തി. തിരുവല്ലയിൽ നിന്ന് ചങ്ങനാശ്ശേരി, ചങ്ങനാശ്ശേരി ടു ആലപ്പി, ആലപ്പി ടു ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇവിടെ ഒരു കാര്യം ചെയ്യാം. ഈ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വേണമെങ്കിൽ എനിക്ക് കോട്ടയം പോവാം. കോട്ടയം, പാല, പൊൻകുന്നം, പൊൻകുന്നം ടു ചങ്ങനാശ്ശേരി, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പി, ആലപ്പിയിൽ നിന്ന് ചേർത്തല, ചേർത്തലയിൽ നിന്ന് എനിക്ക് എറണാകുളം എത്താം. സി, എനിക്കിത് രണ്ട് വേ ചെയ്യാം. ഒന്നിലേക്ക് എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ പത്തനംതിട്ട, തിരുവല്ല, ചങ്ങനാശ്ശേരി, ആലപ്പുഴ, ചേർത്തല, എറണാകുളം എത്താം. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഒരു വളഞ്ഞ റൂട്ട് എടുക്കാം. എനിക്ക് എന്താ, പത്തനംതിട്ട, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, പാല, പൊൻകുന്നം, ഇങ്ങനെ ഒരു റൂട്ട് എടുത്തിട്ട് തിരിച്ചെനിക്ക് ഇങ്ങനെ പോവാം. സോ ബേസിക്കലി എൻ്റെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നമുക്ക് എന്താണ്, എക്സ്, എൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അല്ലേ. എൻ എന്ന് പറഞ്ഞ ഒരു ഇൻറ്റീജർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം, എക്സ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ലാംഗ്വേജിലുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി നോക്കിയോ, ഇവിടെ എൻ്റെ എൻ എത്രയാണ് വരിക, എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 2 3 4 5 6 7 8 9 അല്ലേ. ഹിയർ മൈ എൻ ഇസ് ഈക്വൽ ടു 9. ഓക്കെ, അതൊരു പോസിറ്റീവ് ഇൻറ്റീജർ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഫൈൻ, ദാറ്റ് ഇസ് ഫൈൻ. ഓക്കെ, ഇനി നോക്കൂ, എനിക്ക് എൻ്റെ റൂട്ട്, എനിക്ക് വരേണ്ടത് എൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് റൂട്ട് ഫ്രം പത്തനംതിട്ട ടു എറണാകുളമാണ്. ഓക്കെ, അതായത് എനിക്ക് ഐ ക്യാൻ ഐദർ ടേക്ക് എൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, 1 2 7 8 9 ആവാം അല്ലേ, അല്ലെങ്കിൽ 1 2 3 4 5 6 7 8 9 എങ്ങനെ വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇനി എന്താണ് യു, എന്താണ് വി എന്നൊക്കെയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ യു എന്ന് പറയണത് ഞാൻ ഇത്രയും ഭാഗം യു ആയിട്ട് എടുത്തു. ഇത്രയും ഭാഗം എൻ്റെ യു ആണ്. ഓക്കെ, ഈ ഇത്രയും ഭാഗം ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് മൈ വി, യു വി. പിന്നെ ഇത്രയും ഭാഗം ഐ എം കൺസിഡറിങ് ഇറ്റ് ആസ് ഡബ്ല്യു, യു വി ഡബ്ല്യു. അതായത് എൻ്റെ ഒരു സ്ട്രിങ് എക്സ് എന്ന് പറഞ്ഞ സ്ട്രിങ് ഇപ്പം എന്താണ്, എൻ്റെ എക്സ് 1 2 3 4 5 6 7 8 9 ആണ് എൻ്റെ എക്സ് അല്ലേ. ഈ ഫുൾ സാധനമാണ്, ഈ ഫുൾ ഇതാണ് എൻ്റെ എക്സ്, എക്സ് എന്ന് പറഞ്ഞ സ്ട്രിങ്. ഓക്കെ, സോ മൈ എക്സ് ഈക്വൽ ടു 1 2 3 4 5 6 7 8 9. ഇതിനെയാണ് ഞാൻ യു വി ഡബ്ല്യു ആയിട്ട് പാർട്ടീഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എൻ്റെ യു എന്ന് പറയുന്നത് എൻ്റെ എന്താണ്, യു ഞാനിവിടെ 1 2 എടുക്കുകയാണ്, യു 1 2. ഓക്കെ, എൻ്റെ വി എന്താ എടുക്കണേ, വി ഞാൻ എടുക്കണു 3 4 5 6 3 4 5 6. Okay, I am taking my W as 7 8 9. Okay, this is how I am going to divide my string x. Okay, അപ്പോൾ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിരുന്നു ഇനീഷ്യലി. എന്താണ് ഞാൻ കണ്ടീഷൻ പറഞ്ഞത്, യു വി ഡബ്ല്യു ഷുഡ് ബി ഈക്വൽ ടു എക്സ്. ഓക്കെ, അപ്പോൾ യു വി ഡബ്ല്യു എക്സ് ആണോ, നിങ്ങൾ നോക്കൂ. യു എന്ന് പറയുമ്പോൾ 1 2, വി എന്ന് പറയുമ്പോൾ 3 4 5 6, എക്സ് ഡബ്ല്യു എന്ന് പറയുമ്പോൾ 7 8 9. അപ്പോൾ യു വി ഡബ്ല്യു ഇതും സെയിം അല്ലേ, യു വി ഡബ്ല്യു നമുക്ക് എക്സ് ആയിട്ടല്ലേ കിട്ടുന്നത്. അപ്പോൾ നോക്കൂ, എൻ്റെ യു വി ഡബ്ല്യു അല്ലേ എനിക്ക് എക്സ് കിട്ടിയത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു, എക്സ് ഷുഡ് ബി ഈക്വൽ ടു യു വി ഡബ്ല്യു ആയിരുന്നു. അത് സാറ്റിസ്ഫൈഡ് അല്ലേ. ഇനി എൻ്റെ നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്, ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഐ എം ജസ്റ്റ് റബ്ബിങ് ദിസ് ഓഫ്. ഓക്കെ, നമ്മുടെ 3 കണ്ടീഷൻസ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം ഇവിടെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം, സോ ദാറ്റ് ഇറ്റ് വിൽ ബിക്കം ലിറ്റിൽ മോർ you'll have a little more clarity in that. Okay,
ഓക്കെ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? എക്സ് ഈക്വൽ ടു യു വി ഡബ്ല്യു ആയിരിക്കണം ആൻഡ് മോഡ് യു വി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കണം. മോഡ് വി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. യു വി റേസ് ടു ടി ഡബ്ല്യു ഷുഡ് ബിലോങ് ടു ദ ലാംഗ്വേജ് എൻ. ഇത്രയാണ് നമ്മുടെ കണ്ടീഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫുൾ ഇതിനെ ഞാനിങ്ങനെ യു വി ഡബ്ല്യു എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തു. ഇവിടെ എൻ്റെ യു വി ഡബ്ല്യു എന്താണ് വരുന്നത്? യു വി ഡബ്ല്യു ഇസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര അപ് ടു 9 അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ കറക്റ്റായി. ഓക്കെ, ഇനി മോഡ് യു വി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്നുള്ളതാണ് അല്ലേ. മോഡ് യു വി എന്താ വരിക? എൻ്റെ യു എന്താണ്? മോഡ് യു വി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വരിക? നിങ്ങൾ പറഞ്ഞേ. മോഡ് യു വി എന്ന് പറയുമ്പോൾ യുവും വിയും 1 2 3 4 5 6 അതല്ലേ വരിക? 1 2 3 4 5 6 അതായത് 1 2 3 4 5 6 അല്ലേ. ഇത് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കണം അല്ലേ. നമ്മുടെ എൻ എന്ന് പറയുന്നത് എന്താണ്? എൻ ഇസ് ഈക്വൽ ടു 9 ആണ് അല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് 6 അല്ലേ നമുക്ക് കിട്ടുക? 6 അല്ലേ. സോ ഒബ്വിയസ്ലി 6 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. സോ ആ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, ഇനി നമ്മുടെ തേർഡ് കണ്ടീഷൻ എന്താണ്? മോഡ് വി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. നമ്മുടെ മോഡ് വി എന്താണ്? നമ്മുടെ വി ഇസ് ഈക്വൽ ടു 3 4 5 6 അല്ലേ. 3 4 5 6. അപ്പോൾ മോഡ് വി എന്താണ്? മോഡ് വി ഇസ് 4. 4 ഇസ് ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ 0 അല്ലേ. അപ്പോൾ ആ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയി അല്ലേ. അപ്പോൾ ഈ 3 കണ്ടീഷൻ. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ചെക്ക് ചെയ്യണം. യു വി റേസ് ടു ടി ഡബ്ല്യു ഷുഡ് ബിലോങ് ടു ദ ലാംഗ്വേജ് എൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടിക്ക് നമുക്കൊരു 0 കൊടുക്കാം. ഓക്കെ, ലെറ്റ് ടി ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എന്താണ്? യു വി റേസ് ടു 0 ഡബ്ല്യു. ഓക്കെ, യു വി റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി റേസ് ടു 0 നമുക്കൊന്നും ഇല്ല. ദാറ്റ് ഇസ് ഈക്വൽ ടു യു ഡബ്ല്യു. ഓക്കെ, യു ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് യു ഡബ്ല്യു? യു ഡബ്ല്യു എന്ന് പറയുമ്പോൾ 1 2 ഡബ്ല്യു എന്താണ്? നമ്മുടെ 7 8 9 1 2 7 8 9 നമ്മുടെ ലാംഗ്വേജിലുള്ളതല്ലേ. നമ്മുടെ ലാംഗ്വേജ് എല്ലാം എന്താണ്? നമ്മുടെ ലാംഗ്വേജ് എല്ലാം എന്ന് പറയുന്നത് എന്താണ്? 1 2 3 4 5 6 7 8 9 ആണ് അല്ലേ. അപ്പോൾ ഈ 1 2 7 8 9 ആ ലാംഗ്വേജിൽ പെടുന്നതല്ലേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി നോക്കൂ, ടി ഈക്വൽ ടു 1 കൊടുക്കുക. 0 മാത്രം കൊടുത്താൽ പോരാ, 1 2 എണ്ണം കൊടുക്കണം. ചിലപ്പോൾ ആദ്യത്തിൽ 0യും 1 കൊടുക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആവും. ചിലപ്പോൾ 2 മുതൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പം നിങ്ങൾ 1 2 0 1 2 വരെ നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ടിക്ക് 1 കൊടുക്കുമ്പോൾ എന്താ വരിക? യു വി റേസ് ടു 1 ഡബ്ല്യു. അതായത് യു വി ഡബ്ല്യു എന്താണ് അർത്ഥം? യു വി ഡബ്ല്യു എന്താണ്? നമ്മുടെ 1 2 3 4 5 6 7 8 9 അതല്ലേ നമ്മുടെ യു വി ഡബ്ല്യു. ദാറ്റ് ഒബ്വിയസ്ലി ബിലോങ്സ് ടു ദ ലാംഗ്വേജ് എൽ അല്ലേ. ലാംഗ്വേജ് എല്ലിൽ വരുന്നതല്ലേ അത്. അപ്പോൾ എന്താണ്? ആ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാതും നമ്മുടെ സാറ്റിസ്ഫൈഡ് ആയി. വിച്ച് മീൻസ് ദിസ് പർട്ടിക്കുലർ പ്രോബ്ലം, ദിസ് പർട്ടിക്കുലർ ലാംഗ്വേജ് വിച്ച് ഇസ് എ റൂട്ട് മാപ്പ് ഫ്രം പത്തനംതിട്ട ടു എറണാകുളം ഈസ് എ റെഗുലർ ലാംഗ്വേജ്. അത് റെഗുലർ ആണ്. ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആയാൽ അത് റെഗുലർ ആണെന്ന് അർത്ഥം. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് റെഗുലർ എന്നാണ് അർത്ഥം. അപ്പോൾ ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? നമ്മുടെ ലാംഗ്വേജിനെ നമ്മൾ യു വി ഡബ്ല്യു എന്ന് പറഞ്ഞ 3 പാർട്ടാക്കി മാറ്റി. ഓക്കെ, ഞാൻ ഇത് 2 യു ആക്കി എടുത്തു. ഈ ഒരു ലൂപ്പിനെ ഞാൻ വി ആക്കി എടുത്തു. ബാക്കി 3 ഞാൻ ഡബ്ല്യു ആക്കി എടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. ഓക്കെ, മോഡ് എക്സ് ഷുഡ് ബി, നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? മോഡ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ മോഡ് എക്സ് എന്താണ്? 1 2 3 4 5 6 7 8 9 ആണ്. നമ്മുടെ എൻ എന്താണ്? 9 ആണ്. അപ്പോൾ അത് 2 ഈക്വൽ ആണ്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. അത് മിക്ക പ്രോബ്ലത്തിലും അതൊക്കെ കറക്റ്റ് ആയിരിക്കും. ഈ 3 കാര്യങ്ങളിലാണ് ചില വ്യത്യാസങ്ങൾ വരിക. ഇത് 3 സാറ്റിസ്ഫൈ ചെയ്യണതായിരിക്കും. പക്ഷെ ഈ കണ്ടീഷനിലാണ് മിക്ക പ്രോബ്ലത്തിലും മാറി വരിക. നോട്ട് റെഗുലർ എന്നുള്ളത് നമുക്ക് കാണേണ്ടി വരും. ഓക്കെ, ബാക്കിയുള്ള കണ്ടീഷൻസൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി കൊടുക്കണതല്ല. അതൊക്കെ എപ്പോഴും ഈസി ആയിട്ടുള്ളതായിരിക്കും.
ഈ യു വി റേസ് ടു ടി ഡബ്ല്യു എന്നുള്ള കണ്ടീഷനിലാണ് എപ്പോഴും ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഫെയിൽ ആവുക. ഓക്കെ, അപ്പോൾ നോക്കൂ ഇതിങ്ങനെ ചെയ്തു. അപ്പോൾ യു വി ഡബ്ല്യു എക്സ് നമുക്ക് കിട്ടി, അത് എക്സ് കണ്ടീഷൻ കറക്റ്റാണ്. മോഡ് യു വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കണം. 1 2 3 4 5 6 ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. എൻ എന്ന് പറഞ്ഞാൽ 9 ആണ്, നമ്മുടെ ഇതിൻ്റെ മോഡ് എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 ഇസ് ഒബ്വിയസ്ലി ലെസ് ദാൻ 9. അപ്പോൾ ആ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയി. മോഡ് വി എന്നുള്ളത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. മോഡ് വി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ 3 4 5 6 ആണ് വി വരണത്. അപ്പോൾ മോഡ് വി എന്ന് പറഞ്ഞാൽ 4 എണ്ണം, അതിൻ്റെ കാർഡിനാലിറ്റി 4 ഇസ് ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ആ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയി. യു വി റേസ് ടു ടി ഡബ്ല്യു, ടിക്ക് നമ്മൾ 0 കൊടുക്കുക 1 കൊടുക്കുക വാല്യൂ, അതിനനുസരിച്ച് നമ്മുടെ ആ സ്ട്രിങ്ങിൽ അത് കറക്റ്റായിട്ട് ആ ലാംഗ്വേജിൽ പെടുന്നതാണോ ആ കിട്ടുന്ന റിസൾട്ട് എന്നുള്ളത് നോക്കുക. ഇതെല്ലാം സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ ദ പെർട്ടിക്കുലർ ലാംഗ്വേജ് ഇസ് റെഗുലർ. ഇതിലേതെങ്കിലും ഒന്ന് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് റെഗുലർ. സോ ദിസ് ഇസ് ഹൗ യു ഡു ദ പമ്പിംഗ് ലെമ. ഓക്കെ, ദിസ് ഇസ് ദ പ്രിൻസിപ്പൾ ബിഹൈൻഡ് ഇറ്റ്. പമ്പിംഗ് ലെമ എന്ന് പറഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ ആദ്യം എഴുതേണ്ട ആ സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ ആദ്യം എഴുതി കാണിച്ച സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം along with the conditions, and then you have to check the condition according to the language that is given to you. Okay, I hope this is clear to you. Just make a note of this.